നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. T20 വേൾഡ് കപ്പ് അടുക്കുകയാണ്. നമ്മുടെ തൊട്ടരികിൽ എത്തിക്കഴിഞ്ഞു. വാമപ്പ് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ഇത്തവണ ആർക്കാണ് കൂടുതൽ കിരീട സാധ്യത നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അതിനു മുമ്പ് ഇതുവരെയുള്ള ചാമ്പ്യന്മാരെ ഒന്ന് നോക്കാം. 2007 ടീം ഇന്ത്യയാണ് ചാമ്പ്യന്മാരായത്. 2009 പാകിസ്ഥാൻ നേടിയപ്പോൾ 2010 ഇംഗ്ലണ്ടാണ് കിരീടം ചൂടിയത്. 2012 വെസ്റ്റ് ഇൻഡീസ്, 2014 ശ്രീലങ്ക, 2016 വീണ്ടും വെസ്റ്റ് ഇൻഡീസ്, 2021 ഓസ്ട്രേലിയ, 2022 ഇംഗ്ലണ്ട്. ഈ രൂപത്തിലാണ് ഇതിലെ വിന്നേഴ്സ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കൂടുതൽ സാധ്യത ഇത്തവണ ആർക്കാണ്? ഇപ്പൊ ഇന്ത്യ 2007 ചാമ്പ്യന്മാരാണ്. ഇത്തവണ ഏറ്റവും അധികം കിരീട സാധ്യത പലരും കണക്കാക്കുന്നത് ടീം ഇന്ത്യക്കാണ്. അതിൻ്റെ കാരണം നമുക്കറിയാം, വളരെ മികച്ച ഒരു സ്ക്വാഡുണ്ട്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി തുടങ്ങിയ വെറ്ററൻ താരങ്ങളുണ്ട്. T20 ഏറ്റവും മികച്ച ബാറ്ററായിട്ട് പരിഗണിക്കുന്ന സൂര്യകുമാർ യാദവ് ഉണ്ട്. പിന്നെ ആരും ഭയക്കുന്ന പേസർ ജസ്പ്രീത് ബുംറ സ്ക്വാഡിലുണ്ട്. ഇതൊക്കെ കൂടാതെ ആ ഒരു സാഹചര്യങ്ങൾക്കനുസരിച്ച് കളിക്കാൻ കെൽപ്പുള്ള സ്ക്വാഡ് തന്നെയാണ് ടീമിനെ ഇപ്പോൾ ഇന്ത്യൻ ടീമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്ലോ പിച്ചാണ് പ്രതീക്ഷിക്കുന്ന 4 സ്പിന്നേഴ്സിനെ ഇന്ത്യ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ ഇന്ത്യക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടുതൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മികച്ച രൂപത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. IPL ഒക്കെ കളിച്ചുകൊണ്ട് താരങ്ങൾ ത്രൂ ഔട്ട് 1-2 മാസക്കാലം ക്രിക്കറ്റിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്നും മികച്ച പെർഫോമൻസ് ഉള്ള താരങ്ങളെ തന്നെ സ്ക്വാഡിലേക്ക് കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള കിങ് കോഹ്ലിയും പിന്നെ രോഹിത് ശർമ്മയും സ്ക്വാഡിലുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇംഗ്ലണ്ട് മറ്റൊരു ഫേവററ്റുകളുടെ ഗണത്തിൽപ്പെടുന്ന ടീമാണ്. ഇംഗ്ലണ്ട് 2010 2022 അവർ ചാമ്പ്യന്മാരായിരുന്നു എന്ന കാര്യം കൂടി നോക്കുക. സോ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആദിൽ റഷീദ്, മൊയിൻ അലി തുടങ്ങിയ സ്പിന്നർമാർ സ്ക്വാഡിലുണ്ട്. കൂടാതെ ലിയാം ലിവിങ്സ്റ്റൺ വേണമെങ്കിൽ ആ ജോലി ചെയ്യാവുന്നതേ ഉള്ളൂ. കൂടാതെ തന്നെ ലെഫ്റ്റ് ആമറായിട്ടുള്ള ടോം ഹാർട്ട്ലി സ്ക്വാഡിലുണ്ട്. അപ്പോൾ അവരും ഒരുങ്ങി തന്നെയാണ്, സ്ലോ പിച്ചുകൾക്ക് ഒരുങ്ങി തന്നെയാണ് അവർ വരുന്നത്. പിന്നെ പാകിസ്ഥാനെതിരെ ഒരു സീരീസ് നാട്ടിൽ കളിച്ചുകൊണ്ടാണ് ഇതിന് ഒരുങ്ങുന്നത്. പക്ഷെ മഴ പെയ്ത് മത്സരങ്ങൾ ചിലത് ഒലിച്ചു പോയി എന്നുള്ളത് ശരിയാണ്. ബാറ്റിംഗ് ലൈനപ്പ് നോക്കുക, വളരെ മികച്ച ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട്. ഹാരി ബ്രൂക്ക്, വിൽ ജാക്സ്, ഫിൽ സാൾട്ട്, വല്ലാത്തൊരു ഫയർ പവറാണ് അവർക്കുള്ളത്. പിന്നെ ജോസ് ബട്ട്ലറെ കുറിച്ച് നമുക്കറിയാം. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം 3rd റാങ്ക്ഡ് T20 സൈഡാണ് നിലവിൽ. എങ്കിൽ പോലും കിരീടത്തിലേക്ക് പോവുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമായിരിക്കില്ല. മറ്റൊരു കണ്ടൻഡറായിട്ട് ഫേവറേറ്റുകളായിട്ട് കണക്കാക്കുന്നത് ഓസ്ട്രേലിയയാണ്. 2021 ചാമ്പ്യന്മാരാണ്. മികച്ച സ്ക്വാഡ് തന്നെയാണ് ഇത്തവണയും അവർക്കുള്ളത്. 50 ഓവർ വേൾഡ് കപ്പിൽ അവരാണ് കിരീടം ചൂടിയത്. അതിൻ്റെ ഒരു തുടർച്ച. അതുപോലെ ടെസ്റ്റിലും അവരാണ് ചാമ്പ്യന്മാർ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് T20 കൂടി കൊണ്ടുപോകുമോ മിച്ചൽ മാർഷിൻ്റെ നേതൃത്വത്തിൽ എന്നുള്ളതാണ് അറിയേണ്ടത്. സ്ക്വാഡ് ഇപ്പോൾ അവിടെ വേൾഡ് കപ്പിനായിട്ട് എത്തിയിട്ടുണ്ടെങ്കിലും ഇനിയും 6 പേര് കൂടി ജോയിൻ ചെയ്യാനുണ്ട്. നമീബിയക്കെതിരെ നടന്ന അവരുടെ വാമപ്പ് മത്സരത്തിൽ 9 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കോച്ചിനെയും അതുപോലെ തന്നെ സെലക്ടറെയും ഒക്കെ ഇറക്കിക്കൊണ്ടാണ് അവരുടെ ഫീൽഡിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തത്. എന്തായാലും മികച്ച ഒരു സ്ക്വാഡും കൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. മിച്ചൽ മാർഷാണ് ഇത്തവണ നയിക്കുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. വളരെ മികച്ച താരങ്ങൾ അവരുടെ സ്ക്വാഡിലുണ്ട്. ഡേവിഡ് വാർണറുടെ കാര്യം നമ്മൾ എടുത്തു പറയണം. അദ്ദേഹം ഇപ്പോൾ മികച്ച പ്രകടനം ഈ ഒരു വാമപ്പ് മത്സരത്തിൽ നടത്തുകയും ചെയ്തു. ഏതായാലും വലിയ പ്രതീക്ഷ ആരാധകർക്കുണ്ട്. T20 റാങ്കിങ്ങിൽ ഇന്ത്യക്ക് താഴെ 2ാം സ്ഥാനത്തായിട്ട് അവർ നിൽക്കുകയും ചെയ്യുന്നു. പിന്നെ വെസ്റ്റ് ഇൻഡീസ് 2012 2016 ചാമ്പ്യന്മാരാണ്. മറ്റൊരു കിരീട സാധ്യതയുള്ള ടീം എന്തായാലും വെസ്റ്റ് ഇൻഡീസാണ്. അവർക്ക് പരിചിതമായ സാഹചര്യങ്ങളിൽ കളി നടക്കുന്നു. പിന്നെ വമ്പൻ താരങ്ങൾ അവരുടെ ടീമിലുണ്ട് എന്ന കാര്യം കൂടി നോക്കുക. നിക്കോളാസ് പൂർണ്ണ പോലെയുള്ള താരങ്ങൾ അവരുടെ ടീമിലുണ്ട്. പിന്നെ നമുക്കറിയാവുന്ന പോലെ റസൽ ഇപ്പം വീണ്ടും പ്രകടനം നടത്തി. അദ്ദേഹം T20 വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിലുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിച്ചുകൊണ്ട് അദ്ദേഹം എത്തുന്നു. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് ഏറ്റവും നന്നായിട്ട് കളിച്ച് കപ്പടിക്കാൻ സാധ്യതയുള്ള ടീം അത് വെസ്റ്റ് ഇൻഡീസ് തന്നെയാണ് എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ദെൻ മറ്റൊരു ടീം തീർച്ചയായിട്ടും പാകിസ്ഥാനാണ്. 2009 അവർ കിരീടം ചൂടിയിട്ടുണ്ടായിരുന്നതിന് മുമ്പ്. അത് സംബന്ധിച്ചിടത്തോളം ബാബർ അസമാണ് അവരുടെ നായകനായിട്ട് വീണ്ടും അവരോധിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ ബാബർ അസമിൻ്റെ നേതൃത്വത്തിലുള്ള ബാറ്റിങ്ങും അതുപോലെ തന്നെ ഷെയ്ൻ ഷാഫ്രീദിയുടെ നേതൃത്വത്തിലുള്ള ബൗളിങ്ങും അത് നമുക്കറിയാവുന്നത് തന്നെയാണ്. അവർക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട്, പവറുണ്ട് എന്നുള്ളതൊക്കെ. ഇംഗ്ലണ്ടിൽ ഇപ്പോൾ അവർ
ഒരു സീരീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴയുടെ ഒരു പ്രശ്നം അവർക്കുണ്ട്. എങ്കിൽ പോലും അവർക്ക് മികച്ചൊരു സ്ക്വാഡുണ്ട്. അതുകൊണ്ട് ഈ വേൾഡ് കപ്പിൽ അവർക്ക് കിരീട സാധ്യത പലരും കണക്കാക്കുന്നു. ഇതാണിപ്പം ഏറ്റവും അധികം കിരീട സാധ്യതയുള്ള ഫേവറേറ്റ് ടീമുകളായിട്ട് പരിഗണിക്കപ്പെടുന്നവർ. പിന്നെ ഈ സ്ക്വാഡുകളൊക്കെ നമുക്ക് ഓരോന്നായിട്ട് വിശദമായിട്ട് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഒരു സോട്ട് അനാലിസിസ് സീരീസ് വീഡിയോ ഇത് തന്നെ നമുക്ക് ആരംഭിക്കാവുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.